ലവ് മിനിസ്ട്രി ഒരുക്കുന്ന ബ്ലെസ്സിംഗ് ഫെയറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എടിയനെയും കുടുംബത്തെയും ലവ് മിനിസ്ട്രി എല്ലാ പ്രവർത്തകരെയും ഈ പ്രേക്ഷകരെയും ദൈവം അവിടെ ഇവിടങ്ങളിൽ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുവാനാണ്. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോടുകൂടെ ദൈവജനം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ആടുകൾ, സ്വന്തം ജനം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ കുഞ്ഞിനെക്കുറിച്ചാണ് അവൻ ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കാണുവാൻ കഴിയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്ന ചില ദൈവിക പദ്ധതികളെ അവിടെ കാണുവാനിടയാകും. 10-ന്റെ 27-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ അവനെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന ഒരാളുടെ ദൈവം അവരെ നല്ലതുപോലെ അറിയുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും ദൈവം നല്ലതുപോലെ അവരെ അറിയുക. ഏതൊക്കെ രീതിയിലാണ് ദൈവം അറിയുന്നത്? അവരെ സന്തോഷത്തെ ദൈവം അറിയുന്നു, അവരെ സങ്കടങ്ങളെ ദൈവം അറിയുന്നു, അവരുടെ കഷ്ടപ്പാടുകളെ ദൈവം അറിയുന്നുണ്ട്, അവരുടെ ഞെരുക്കങ്ങൾ, പീഡകൾ, അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ വരെ ദൈവം അറിയുന്നു എന്നുള്ളതാണ് ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്. അതിൻ്റെ പിന്നിലെ രഹസ്യം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം വ്യക്തമായി, തിട്ടമായി, ശക്തമായി ദൈവം അറിയുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഉൾത്തുടിപ്പുകൾ ഒരു മനുഷ്യന്, പുറത്തു കാണുന്ന ഒരു മനുഷ്യന് നമ്മുടെ മുഖം കണ്ട് നമ്മെ മനസ്സിലാക്കുമ്പോൾ, അറിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വേഷങ്ങൾ കണ്ട് നമ്മുടെ മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നു. നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദുഃഖങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇന്ന് കലുഷിതമായ ലോകത്തിൽ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന നൊമ്പരങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളും അതുപോലെ നമ്മുടെ സന്തോഷത്തെയും സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളെയും ദൈവം അറിയുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം വ്യക്തമായി അറിയുന്നു. നിങ്ങളുടെ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീരുകളെ ദൈവം നല്ലതുപോലെ കാണുന്നുണ്ട്. ഈ കണ്ണുനീര് വരുവാനുണ്ടായ സാഹചര്യം, അവസ്ഥകൾ എന്ത് എന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് അറിയുന്നു. കൂടെ ഉള്ള സഹോദരങ്ങൾക്കോ കുടുംബത്തിൽപ്പെട്ടവർക്കോ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനോ മക്കൾക്കോ അറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന ഒരു കർത്താവായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വീടുകളിൽ ഭാര്യ ഭർത്താവ് ജീവിതങ്ങളിൽ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് നല്ല അറിയും, ഭാര്യ ഭർത്താവിനെക്കുറിച്ച് അറിയുകയും ചെയ്താൽ ആ വീട്ടിൽ വളരെ സമാധാനവും സന്തോഷവും ആശ്വാസവും ലഭിക്കുന്നത് പോലെ ദൈവം നമ്മെക്കുറിച്ച് അറിഞ്ഞാൽ അതിനൊരു പ്രതിവിധി ദൈവം കണ്ടിട്ടുണ്ട്, കരുതുന്നുണ്ട്.
അവിടെ അതുകൊണ്ട് ഇവിടെ കാണുവാൻ കഴിയും ദൈവം നമ്മെ അറിയുന്നു. അവൻ അത് അടുത്ത് പറയുന്നുണ്ട്, അവൻ എന്നെ അനുഗമിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ അനുഗമിക്കുന്നവരാണ്. യഥാർത്ഥമായ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അവൻ ദൈവത്തെ തന്നെ അനുഗമിക്കും. ഇന്ന് അനേകർ ദൈവശബ്ദം കേൾക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നെങ്കിലും അനുഗമിക്കുന്ന ദൈവത്തെ അല്ല അനുഗമിക്കുന്നത്. അവൻ ലോകത്തിലേക്ക് അനുഗമിക്കുന്നു, പാപത്തെ അനുഗമിക്കുന്നു, അവൻ ശാപങ്ങളെ അനുഗമിക്കുന്നു. മാത്രമല്ല ഈ ലോകത്തിലെ ആമേൻ സന്തോഷങ്ങളിൽ അതിനെ അനുഗമിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നവരായി കാണപ്പെടും. ആമേൻ, സ്തോത്രമല്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാത്തവരാണ്, ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തവരായി തീരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ കാണുവാൻ കഴിയുന്നത്. 28-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. 28-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റ്, ദാനം, പ്രതിഫലം എന്ന് പറയുന്നത്, ഒന്ന്, അവർക്ക് നിത്യജീവനെ ദൈവം നൽകുന്നു. എന്താണ് ഈ നിത്യജീവൻ? മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലാവർക്കും ജീവനുണ്ട്, പക്ഷെ നിത്യമായ ജീവൻ എല്ലാവർക്കും ലഭിക്കത്തില്ല. അവിടെ കാണുന്ന നമ്മുടെ ജീവിതം ഒരു ഏറിയാൽ 80 വയസ്സ് എന്നാ പറയുന്നത്. സ്തോത്രം. അവിടെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ജീവൻ ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെട്ടേ പറ്റൂ. എന്നാൽ നിത്യജീവൻ നമുക്ക് ദൈവം നൽകുന്നു. അതെന്താ? നശിച്ചു പോകാത്ത, മരണമില്ലാത്ത, അസ്തമിക്കാത്ത ഒരു ജീവൻ ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം നൽകുന്ന ഒരു ദാനമാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവം പറയുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ദാനം നിത്യജീവനാണ്. ഈ നിത്യജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയോളം പോകുവാനിടയാകൂ. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അത് കോടാനുകോടി വർഷങ്ങൾ സ്തോത്രം ദൈവത്തോട് വസിക്കുവാൻ ഇടയാകണമെങ്കിൽ നമുക്ക് നിത്യജീവൻ നിർബന്ധമായി ഉണ്ടായേ മതിയാവും. നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയൂ. നമ്മളെല്ലാവരും പറയും, ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കാറുണ്ട്. നല്ല ജോലി കിട്ടാറുണ്ട്, നല്ല ഭവനം കിട്ടാറുണ്ട്, നല്ല വാഹനം കിട്ടാറുണ്ട്, നല്ല കുടുംബജീവിതം കിട്ടാറുണ്ട്, എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളുണ്ടെങ്കിലും നിത്യജീവൻ ഇല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ സുഖസൗകര്യങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞോ അതെല്ലാം അനുഗ്രഹം പൂർണ്ണമായി എന്ന് ആരും ചിന്തിക്കുവാൻ പാടുള്ളതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും സ്തോത്രം നിത്യജീവൻ കൂടി പ്രാപിച്ചാൽ മാത്രമേ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവ അനുഗ്രഹത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ കഴിയുന്ന നിലയിൽ ദൈവം ഒരു അനുഗ്രഹത്തെ അവിടെ പ്രദാനം ചെയ്യുന്നു എന്നവിടെ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്കത് പ്രാപിക്കുവാൻ അവസരം ദൈവം തരിക. നമുക്കത് ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹീതമായ നല്ല ജോലിയുണ്ട്, നല്ല വരുമാനങ്ങളുണ്ട്, നല്ല ഭവനമുണ്ട്, നല്ല വാഹനങ്ങൾ നിങ്ങൾക്കുണ്ട്, നല്ല കുഞ്ഞുങ്ങൾ, തലമുറകൾ നിങ്ങൾക്കുണ്ടായെന്ന് വരാം. പക്ഷേ ഈ നിത്യജീവനില്ലാതെ പോയാൽ നമ്മൾ വെറുതെ ആണ്, എല്ലാം ശൂന്യമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗിൽ ശലോമൻ രാജാവ് ഇങ്ങനെ പറയുണ്ടായത്, എല്ലാം മായ, ഈ ലോകത്തിലുള്ളതെല്ലാം നശിച്ചു പോകുന്ന ഒന്നാണ്, ഒന്നും നിലനിൽക്കുന്ന ഒന്നല്ല. പക്ഷേ നിലനിൽക്കുന്ന ഒന്നുണ്ട്, സ്വർഗീയമായ അനുഭവം. ആ അനുഭവത്തിലേക്ക് പോകുവാൻ, നിത്യതയോളം എത്തുവാൻ നമുക്ക് നിത്യജീവൻ ആവശ്യമാണ്. അപ്പോൾ ആ നിത്യജീവൻ എൻ്റെ കർത്താവ് പറയുന്നു, എൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന, എന്നെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതന് ദൈവം ദാനമായി നൽകുന്ന ഒരു ഗിഫ്റ്റാണ് നിത്യജീവൻ. രണ്ടാമത് അവിടെ പറയുന്നു, അവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു നാളും അവർ നശിച്ചു പോകുകയില്ല എന്ന് വ്യക്തമായി ഇവിടെ കാണുവാൻ കഴിയുന്നു. എന്താണ് നശിച്ചു പോകത്തില്ല? നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ഹല്ലേലൂയ
ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നശിച്ചു പോകുന്നതാണ്. നമ്മളുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസുകളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അതെല്ലാം നശിച്ചു പോകുന്നുണ്ട്. ഈ ലോകത്തിൽ ചമച്ചു വയ്ക്കുന്ന എല്ലാ ബിൽഡിങ്ങുകളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്ന ഒന്നാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് പറയുന്നു, ആമേൻ, അവൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. യേശു കർത്താവ് ശിഷ്യന്മാരോടുകൂടെ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇവർക്ക് വന്നുകൂടിയ ജനം 3 രാവും 3 പകലും സ്തോത്രം ദൈവവചനം കേട്ട് ഇരുന്നു. അവർ മടങ്ങിപ്പോകും, വഴിയിൽ വെച്ച് തളർന്നു വീഴാതിരിപ്പാൻ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ ഫിലിപ്പോസ് അന്വേഷിച്ചു, അല്പമാണെങ്കിൽ 200 വെള്ളിക്കാശ് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ത്രിയോസ് എന്ന് പറഞ്ഞ ശിഷ്യൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പം 2 മീനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓടിയൊന്ന് ബാലനെയും കൂട്ടി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു, സ്തോത്രം, എല്ലാവരും പന്തിയിലിരുത്തുക. യേശു ആ 5 അപ്പം 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി വിളമ്പാൻ കൊടുത്തു. എല്ലാവരും ആവശ്യം പോലെ തൃപ്തിയാകോളം ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ ആവശ്യം പോലെ കഴിച്ചു തൃപ്തിയായി. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്ക്, ആ ബാക്കി വന്നതിനെല്ലാം പറക്കുവിൻ. എല്ലാം പറക്കിയപ്പോൾ 12 കൊട്ട ബാക്കി വരുത്തി. എന്തുകൊണ്ട് അതിന് ബാക്കി എടുക്കുവാൻ പറഞ്ഞു? യേശു കൊടുക്കുന്ന ഒരു നന്മയും നശിച്ചു പോകുന്ന ഒന്നല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ വ്യക്തമാക്കുവാൻ ഇടയാകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ യേശു കർത്താവ് നൽകുന്ന എല്ലാ നല്ല ദാനങ്ങളിലും നശിച്ചു പോകുന്നത് ഒന്നും ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. എന്നെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ളത്, നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ കഴിയുന്നത്, എൻ്റെ ദൈവം തരുന്നതൊന്നും നശിച്ചു പോകുന്ന ഒന്നല്ല. നിർവീര്യമായി പോകുന്ന ഒന്നല്ല. ചീഞ്ഞളിഞ്ഞു പോകുന്ന ഒന്നല്ല. അത് നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഇവിടെ വ്യക്തമാണ്. ഇവിടെ പറയുന്നത്, അത് ഒരു നാളും അവൻ നശിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നത്, നമുക്ക് തരുന്ന ഓരോ നന്മകളും നശിച്ചു പോകുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതം നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നവിടെ കാണുവാൻ കഴിയും. ബെർസേബ മരുഭൂമിയിൽ ഒരു ബാലൻ്റെ നിലവിളിയുടെ അനുഭവമുണ്ട് അവിടെ കാണുവാൻ കഴിയും. 30 പുസ്തകത്തിൽ അവിടെ കാണുവാൻ കഴിയുന്നത്, അബ്രഹാം സ്തോത്രം സാറ കുടുംബജീവിതത്തിൽ തലമുറകൾ ലഭിക്കാതെ വന്നപ്പോൾ ദാസിയിലുണ്ടായ ഹാഗാറിലൂടെ ഉണ്ടായ മകനെക്കുറിച്ചാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ഹാഗാറിനെയും ഇസ്മായിലിനെയും ഒരു തുരുത്തി വെള്ളവും അടയും കൊടുത്ത് പറഞ്ഞയച്ചും ബെർസാബ മരുഭൂമിയിലേക്കും. പോകുന്ന വഴി തന്നെ മരുഭൂമിയിൽ വെച്ച് വെള്ളവും തീർന്നു, അടയും തീർന്നു. വിശന്ന് കഴിയുമ്പോൾ അമ്മ കുഞ്ഞിനെ കുറുക്കാട്ടിലേക്ക് വലിച്ചിടുവാനിടയായി. അമ്മ ദൂരെ ചെന്നിരുന്ന അമ്മ കരഞ്ഞു. സ്വന്തം മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ കരയുമ്പോൾ സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഹല്ലേലൂയ, ആ കുഞ്ഞ് അപ്പനും അമ്മയും കൈവിട്ടു, കുറുങ്കാട്ടിലെ തണലും കൈവിട്ടപ്പോൾ അവൻ സ്വർഗത്തേക്ക് നോക്കി നിലവിളിച്ചു കരയുവാനിടയായി. ആ നിലവിളിയേറ്റ ദൈവം അവന് വേണ്ടി അല്പകലെ ഒരു ഉറവ തുറക്കുവാനിടയായി. ഞാൻ പറയട്ടെ, അത് കേട്ട് ഹാഗറിനെ വിളിച്ചുണർത്തി ഹല്ലേലൂയ പറഞ്ഞു. തുരുത്തിയിൽ വെള്ളമെടുത്ത് കുഞ്ഞിനെ കുടിപ്പിച്ച് അവനെ താങ്ങിയെടുത്ത് കുടിപ്പിക്കുവാൻ യഹോവ അരുളപ്പാട് നൽകുവാനിടയായി. അന്ന് തുറന്ന ഉറവ ഇന്നും വറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ മരുഭൂമിയിൽ വളർന്നു, മരുഭൂമിയിൽ ജീവിക്കുവാനിടയായത്. അവൻ്റെ ഒരു വലിയ ജാതിയാകുമെന്ന് ദൈവം അവന് കൽപ്പിച്ചു. ഒരു സമയത്തുള്ള ഒറ്റ നിലവിളിയാൽ അവൻ ലഭിച്ചത് ഒരു വലിയ ഉറവയാണ്. അപ്പൻ കൊടുത്തത് ഒരു തുരുത്തി വെള്ളമെങ്കിൽ അവൻ്റെ നിലവിളി വാങ്ങിയത് ഒരു ഉറവ അവൻ സ്വന്തമാക്കുവാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും നശിച്ചു പോകുന്ന ഒരു നന്മ ദൈവം ഒരിക്കലും കൊടുക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക ദൈവം തന്ന നന്മകൾ പലപ്പോഴും പകുതിയിൽ വെച്ച് അടഞ്ഞിരിക്കാം, 2 വർഷം കഴിഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ ബിസിനസ്സുകൾ പ്രാർത്ഥനയാൽ തുറക്കപ്പെട്ട നന്മയാണ് ഉപജീവന മാർഗം. ചില നാളുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞ് അടഞ്ഞു പോയേക്കാം. ചില ജോലികൾ നഷ്ടപ്പെട്ടത് വരാം, വരുമാന മേഖല അടഞ്ഞു പോയെന്ന് വരാം. പക്ഷേ ദൈവം ഒരിക്കൽ തന്നത് നശിച്ചു പോകുന്ന ഒന്നായിട്ടല്ല ലഭിക്കുന്നത്. എന്നാൽ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്കൊരുക്കുന്ന അവസരങ്ങൾ, ശോധനകൾ വരുന്നത്, ഞെരുക്കങ്ങൾ വരുന്നത്, ബുദ്ധിമുട്ടുകൾ വരുന്നതൊക്കെയും ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരോടാണ് അത് കാണുവാനിടെ. ദൈവത്തോട് അടുക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കുവാനും ഒക്കെ അവസരം ഒരുക്കേണ്ടതിന് ചില അനുഗ്രഹങ്ങൾ അടഞ്ഞുപോയെന്ന് വന്നേക്കാം, ചില വാതിലുകൾ അടഞ്ഞുപോയെന്ന് വന്നേക്കാം. പക്ഷേ ഒരിക്കലും ദൈവം തരുന്നത്
നശിച്ചു പോകുന്ന ഒന്നും ഒരു ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും ദൈവം തരികയില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ചിലപ്പോഴൊക്കെ പലരും ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്കുള്ള കുടുംബജീവിതം തകർന്നു പോയപ്പോൾ അവർ പറയാറുണ്ട്, ദൈവം തന്നതാണോ എന്ന് ചോദിക്കും. പക്ഷേ ഇല്ല, ദൈവത്തിന് നല്ലതേ തരത്തുള്ളൂ, തീയതായി തരത്തില്ല, മോശമായി തരത്തില്ല, നശിച്ചു പോകുന്ന ഒന്നും തന്നെ തരത്തില്ലെന്ന് വ്യക്തമായി വ്യക്തിത്വമായി ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നശിച്ചു പോകാത്ത ഒന്ന് എൻ്റെ ദൈവം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മൂന്നാമതായ ഭാഗത്ത് പറയുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്നതേയല്ല. ദൈവശബ്ദം അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ആരോഗ്യം നമ്മെ തട്ടിത്തെറിപ്പിച്ചേക്കാം. ആമേൻ, സ്തോത്രം. ദൈവം ബലവാനായ ദൈവമാണ്, ബലമുള്ള ഭുജമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിൻ്റെ അനുഗമിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഈ ഭാഗത്തൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ആർക്കും അവനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്ന ഒരു വ്യക്തി വിചാരിക്കും, ദൈവത്തിൻ്റെ ശബ്ദമല്ലേ കേട്ടോ, വേറൊന്നും കിട്ടിയില്ലല്ലോ എന്ന്. അമ്മ ദൈവത്തെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയും, എനിക്കെന്താ കിട്ടിയത്? ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എൻ്റെ ഉള്ളം കൈ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് അവിടെ കാണുവാനിടയാകും. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, ആമേൻ, നാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്നു ആണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങളിരിക്കുന്നത്. ആ കൈ ആർക്കും അടക്കാൻ കഴിയാത്ത കൈയാണ്. ആമേൻ, ബലമുള്ള കൈയാണ്. സങ്കീർത്തനക്കാരൻ അത്യുന്നതനും സർവശക്തനുമായ സർവവ്യാപിയായ ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ ആമേ പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തിലുള്ളവരാണെങ്കിൽ ഈ ലോകത്തിൻ്റെ പാപത്തിനോ ശാപത്തിനോ അന്ധകാരത്തിൻ്റെ ശക്തികൾക്കോ നിങ്ങളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, ആമേൻ, സ്തോത്രം, ദൈവം ബലമുള്ള കയ്യിൽ എൻ്റെയും നിങ്ങളെയും വഹിച്ചിരിക്കുന്നു, താങ്ങിയിരിക്കുന്നു. ആമേൻ, ആ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കുവാൻ കഴിയത്തില്ല. ഒരു പക്ഷേ പൈശാചികമായ മണ്ഡലങ്ങളിലിരിക്കുന്നവരായിരിക്കാം, മാന്ത്രികമായ അനുഭവങ്ങളിലൂടെ ജനിക്കുന്നവരായിരിക്കാം. നിങ്ങൾ വിചാരിക്കും, ഞാൻ ഇതോടെ തകർന്നു പോയി, ഇനി ഞാൻ നശിച്ചു പോയി, ഞാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരങ്ങളിൽ തെന്നിപ്പോയി എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിയെന്ന് വരാം. ആ മിഥ്യാചിന്തകളെ ഇപ്പോൾ നിങ്ങൾ വലിച്ചെറിയുക. എന്നിട്ട് ദൈവമാണ് എൻ്റെ കയ്യിൽ, ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒരമ്മയുടെ ഉള്ള കയ്യിൽ ഒരു കുഞ്ഞിരിക്കും പോലെ മാറത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു അമ്മ ഒരു കുഞ്ഞിനെ ചേർത്ത് വെച്ചാൽ ആ കുഞ്ഞിന് ധൈര്യമായി പറയുവാൻ കഴിയും, ആമേൻ, ആർക്കും ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ആർക്കും പറിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. മുമ്പൊരിക്കലും ഞാൻ അനുഭവിക്കാൻ ഒരു അനുഭവ കഥ എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഒരു മാതാവ് കുഞ്ഞിനുമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു അപകടം വന്നപ്പോൾ ആ കുഞ്ഞിനെ അമ്മ ആ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരനുഭവം ഞാൻ വായിച്ച് കേൾക്കുവാനിടയായി. അപകടം വന്നപ്പോൾ അമ്മ ലോകത്ത് മാറ്റപ്പെട്ട കുഞ്ഞു മാറ്റപ്പെട്ടു. പക്ഷേ അമ്മ മരിച്ചപ്പോൾ അമ്മ ആ കുഞ്ഞിനെ മാറി ചേർത്ത് പിടിച്ചിരിക്കുന്ന അനുഭവമാണ് ആ ബോഡിയിൽ നിന്ന് കാണുവാനിടയത്. ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഒരമ്മ എന്തു വന്നാലും തൻ്റെ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും കുഞ്ഞിന് കേടുവരാതെ സൂക്ഷിക്കുവാൻ ഒരു മാതാവ് മാതൃസ്നേഹത്തിന് കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയാ വലിയ സ്നേഹമാണ് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ബൈബിളിൽ പറയുന്നു, ആ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് കേട് വന്നാലും നമുക്ക് കേട് വരരുത്, നമുക്കൊരാപത്ത് വരരുത്, ആർക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്ന നിലയിൽ എൻ്റെ ദൈവം നിങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്, അങ്ങനെ നാം വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം ദൈവം പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിച്ചു കൊണ്ട് പോകാൻ കഴിയുകയില്ല.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എൻ്റെ ദൈവം എത്ര നല്ലവനാണ്, എത്ര സ്നേഹിക്കുവാൻ കൊള്ളാവുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ ആരും തന്നെ ചെയ്യാൻ കഴിയാത്തത് എൻ്റെ കർത്താവ് നിങ്ങൾക്കായി ചെയ്യുന്നു. ഇതാ പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്ക് സംശയമായി ചിന്തകൾ, വ്യാകുലങ്ങൾ, ഡൗട്ട്, പല വിധത്തിലുള്ള തിരമാലകൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സുകളിൽ വരുമ്പോൾ നിങ്ങൾ ഈ വചനങ്ങളെ ഉറപ്പിക്കുക. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് ഞാനിരിക്കുന്നത്, അവൻ്റെ മാറിലാണ് ഞാനിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. ഒരു തിരമാലയ്ക്കും പറ്റത്തില്ല, ഒരു കാറ്റിനും ഒരു കൊടുങ്കാറ്റിനും നിന്നെ തകർക്കാൻ കഴിയില്ല, നിൻ്റെ പടകിനെ മറിച്ചിടുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, എന്തുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല? യോഹന്നാൻ 10:29 വാക്യത്തിൽ പറയുന്നത്, ആമേൻ ഹല്ലേലൂയ, അവൻ എല്ലാവരെക്കാൾ വലിയവനെന്നാണ് അവിടെ കാണുവാൻ കഴിയും. എല്ലാവരെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. സ്വർഗവും ഭൂമിയും പാതാളം ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എല്ലാവരെക്കാൾ വലിയവനാണ്. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും സകലത്തിലും വലിയവനാണ്. ദൈവം പറയുന്നത്, ഭൂതലത്തെയും ആകാശത്തെ തൻ്റെ കൈകൊണ്ട് താങ്ങി നിർത്തിയ ദൈവം, അദ്ദേഹത്തിൻ്റെ ബലം എത്ര വലുതാണ്. ആ ദൈവം പറയുന്നു, ഞാൻ എല്ലാവരെക്കാൾ വലിയവനാണ്. എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ഒരിക്കലാർക്കും പറിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന കാര്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസം തരുവാൻ കഴിയുന്നത് നമ്മുടെ എല്ലാവരെക്കാൾ വലിയ ദൈവമാണ്, നമ്മുടെ എല്ലാവരെക്കാൾ. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പഠിക്കും പറയുന്നത്, ദേവാദി ദേവനും കർത്താദി കർത്താവ് രാജാദി രാജാവുമായി ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ രാജാവായി, മഹാരാജാവായിരിക്കുന്നത് സ്തോത്രം. ദേവാദി ദേവൻ ദേവന്മാരിലും വലിയവനായിരിക്കുന്ന ദൈവമാണ്. കർത്താദി കർത്താവ്, കർത്താവ് എന്ന് പറയുന്ന കർത്താവതി കർത്താവായി ഇരിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുവാനിടയാകുന്നു. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നിങ്ങൾ അനുഗ്രഹിപ്പാൻ യേശു മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു മുന്നോട്ടുള്ള ഗമനങ്ങൾ പോകുമ്പോൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലർക്ക് അപകടങ്ങൾ വരുന്നത്, ആപത്തുകൾ വരുന്നത്, കഷ്ടതകൾ വരുന്നത്. ചിലർ ദൈവം പറയാത്ത പല കാര്യങ്ങൾ സ്വയമായി ചെയ്തിട്ട് അതിൻ്റെ പരാജയങ്ങൾ വരുമ്പോൾ ദൈവത്തെ പോലും നിന്ദിക്കുന്ന, ദൈവത്തോടുകൂടെ കുറ്റം പറയുന്ന നിലകളിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെ ഞാൻ അറിഞ്ഞുമിരിക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരു ദൈവം, നിങ്ങളെ നൊമ്പരങ്ങൾ അറിയുന്ന, നിങ്ങളെ കണ്ണുനീരുകളെ അറിയുന്ന, നിങ്ങളെ വേദനകൾ അറിയുന്ന, നിങ്ങളെ സന്തോഷങ്ങൾ അറിയുന്ന, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിടെ പറഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. സ്തോത്രം. 1, നിത്യജീവനെ തരും. 2, സ്തോത്രം, നിങ്ങളെ ഒരു നാളും നശിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവം ഒരു നാളും നിങ്ങൾ നശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 3, അവൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ കഴിയത്തേയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും മുന്നോട്ട് പോകുവാൻ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്ര നല്ല ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ, പൂർണ്ണ വിനയത്തോടെ ഏൽപ്പിച്ചാട്ടെ. ഈ ശബ്ദം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം വരുത്തുകയില്ല. ദൈവശബ്ദം കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പോകുക. കർത്താവ് നിങ്ങളെ തൊടാൻ പോകുക. ഈ സമയം നിങ്ങളെ തൊടാൻ പോകുക. എല്ലാവരും കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിശ്ചയമായി യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. നന്ദി പിതാവേ, അങ്ങ് കേൾപ്പിച്ച ശബ്ദത്തിനായി സ്തോത്രം കർത്താവേ. അങ്ങ് അയച്ച നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. അവരെ ദൈവം വ്യക്തമായി അറിയുന്നു. അവർക്ക് നിത്യജീവനെ കൊടുക്കുന്ന ദൈവമേ, ആമേൻ. അവരെ നശിക്കുവാൻ ഒരിക്കലും അനുവദിക്കാത്ത ദൈവം നിൻ്റെ, ആമേൻ, ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ നിന്ന് ആർക്ക് പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ മക്കളെ ആർക്ക് പിടിച്ചു പറിക്കുവാൻ കഴിയില്ല എന്ന് അരുളി ചെയ്ത പിതാവേ, അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കണ്ണുകളടച്ച് നിന്നോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം ആശീർവദിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബലഹീനതകളും മാറട്ടെ. അവരെ കണ്ണുനീരിപ്പോൾ തുടയ്ക്കണമേ. അവരുള്ളം അറിയുന്ന ദൈവമേ, നീ ഇപ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ആമേ, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഉള്ളം അറിയുന്ന കർത്താവ്, അവർ വേദനകൾ അറിയുന്ന ദൈവമേ, അവർ സങ്കടങ്ങൾ അറിയുന്ന ദൈവമേ, അവരെ ഞെരുക്കങ്ങൾ അറിയുന്ന ദൈവമേ, അവരെ വേദനകൾ നീ അറിയുന്നു എന്നതിനായി സ്തോത്രം കർത്താവേ. ഇപ്പോൾ തന്നെ അവരുടെ വിഷയങ്ങളുമേൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അയക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം അവരെ അനുഭവിക്കട്ടെ കർത്താവ്. റൈറ്റ് നൗ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അങ്ങേക്ക് സാധ്യമാണെന്ന് ഞാൻ അറിയുന്ന കർത്താവേ, അങ്ങയുടെ കൃപ ഈ വ്യക്തിയുടെ മേൽ ഇറങ്ങി വരട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു പിതാവ്. രോഗികളായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർ രോഗങ്ങൾ മാറിപ്പോകട്ടെ, പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ കർത്താവ്. ഇരുട്ടിൻ്റെ അധികാരങ്ങൾ നീങ്ങിപ്പോകട്ടെ കർത്താവ്. ആവശ്യഭാരത്തോടെ ജോലി വിഷയങ്ങൾക്കായി, ഉപജന മാർഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ്. അവർക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതങ്ങളെ ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. വഴികൾ തുറക്കട്ടെ, ദൈവിക പദ്ധതികൾ തുറന്നു വരുവാൻ സ്വർഗീയ പിതാവേ നീ സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ അവർ നിറയ്ക്കണമേ. വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായി ദൈവം കേൾക്കുവാൻ സ്വർഗമിടയാക്കണം. ഇത് മുഖാന്തരം കർത്താവേ, അനേകർ വിടുതൽ പ്രാപിച്ച വാർത്തകൾ കേൾക്കുവാൻ, നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പിതാവേ നീ സഹായിക്കണം എന്നടിയൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. നീ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം തുടർന്ന് കാണുക. നിങ്ങളുടെ വിഷയങ്ങൾ ആമേൻ സ്ക്രീൻ കാണുന്ന നമ്പറുകളിൽ വിളിച്ചാൽ ആമേൻ പ്രാർത്ഥിക്കുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.